ഇറാൽ തിരിഞ്ഞുകളയുക, അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങൾ കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ പോകുന്നു, കണ്ടിട്ട് കാണാത്തവനെ പോലെ പോകുന്നു. ഖുർആനിന്റെ ആയത്തുകൾക്ക് അവന്റെ ഹൃദയത്തിൽ യാതൊരു സ്വാധീനവും ഉണ്ടാകുന്നില്ല. ഏതുപോലെ മിനുസമുള്ള ഒരു പാറക്കല്ല് പോലെ, ഗ്രാനൈറ്റ്, മാർബിൾ പോലുള്ള മിനുസമുള്ള പാറകൾ, ഈ പാറക്ക് മുകളിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ ലാ യഖിറു അലൈഹ, വെള്ളം അതിന്റെ മേൽ ഉറച്ചു നിൽക്കുകയില്ല, അത് ഒലിച്ചു പോകും. അപ്പൊ മിനുസമുള്ള പാറപ്പുറത്ത് വെള്ളം ഒലിച്ചു പോകുന്നത് പോലെ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഹൃദയത്തിൽ തട്ടാതെ ഒലിച്ചു പോകുന്നവർ അവരാണ് ഏറാളിന്റെ ആളുകൾ. നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് പലപ്പോഴും ആളുകൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തുൽ കഹ്ഫിലെ 57, 58, 59 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ആളുകളെ കുറിച്ച് വിശേഷിപ്പിച്ചതെന്താ? വമൻ അദ്ലമു മിമ്മൻ ദുഖിറ ബിആയാതിഹി ഫഅറള അൻഹാ. തന്റെ റബ്ബിന്റെ, അല്ലാഹു എന്ന് പറയുന്നതിന് പകരം മനുഷ്യനോട് ബന്ധപ്പെടുത്തി മനുഷ്യന്റെ റബ്ബ്, നമ്മുടെയൊക്കെ റബ്ബ്, ആ റബ്ബ് നമ്മുടെ പരിപാലകൻ, അതാണ് മനുഷ്യന്റെ പരിപാലകന്റെ വചനങ്ങൾ അവർ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അതിനെ അവഗണിച്ചു പോകുന്നവനേക്കാൾ വലിയ അക്രമിയാരാണ്? മിമ്മൻ ദുഃഖിർ, റബ്ബിന്റെ ആയത്തുകൾ ഓർമ്മിപ്പിക്കപ്പെട്ടു. ദിക്ർ, തദ്കീർ എന്ന ഉത്ബോധനം, വയല്, ഖുത്ബ, പ്രസംഗം, ക്ലാസ്, ലേഖനങ്ങൾ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഫഅറള അൻഹാ, അങ്ങനെയൊക്കെ ഉപദേശങ്ങൾ കിട്ടിയാലും അതിനെ അവഗണിച്ചു പോകുന്നവനേക്കാൾ വലിയ അക്രമിയാരുണ്ട്. വനസിയ മാ ഖദ്ദമത് യദാ, അവൻ ചെയ്ത തിന്മകൾ, അവൻ ചെയ്യുന്നതെന്തോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഖുർആൻ സ്വീകരിക്കാതിരിക്കുക, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുക, ഖുർആനെ നിഷേധിക്കുക, ഖുർആനെ ദുർവ്യാഖ്യാനിക്കുക, ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾക്ക് അർത്ഥങ്ങൾ മാറ്റിപ്പറയുക, ഇച്ഛയ്ക്ക് പിന്നാലെ പോവുക, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. എന്തൊക്കെ മനുഷ്യൻ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ മറന്നുപോകുന്നു. മറക്കാൻ കാരണം എന്താ? ഖുർആൻ അവൻ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല, ഖുർആനിൽ തിരിഞ്ഞു കളയുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ അവൻ മറക്കുന്നു. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് അവന്റെ തലയിൽ ശരിയായി ഉൾക്കൊള്ളുന്നില്ല, ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള വിശേഷണമാണ് അള്ളാഹു അവർക്ക് നൽകിയത്. അമൻ അദ്ലം. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിനെ ഏത് നിലക്കാണെങ്കിലും ശരി, കേൾക്കാതിരിക്കുകയോ ഓതാതിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ വളച്ചൊടിക്കുകയോ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുകയോ ഏതായിരുന്നാലും ഇതൊക്കെ ഈ പറഞ്ഞ ഏറാദിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളവനെ അള്ളാഹു വിശേഷിപ്പിച്ചത് അക്രമമെന്നാണ്. ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിന്റെ വചനങ്ങളെ വിട്ടുപോകുന്നവനേക്കാൾ വലിയ അക്രമിയാരാണ്? അപ്പൊ ഏറാദ് എന്ന് പറയുന്നത് അക്രമമാണ്. ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിന്റെ ഖുർആനിനെ കേട്ടില്ലെന്ന്, കണ്ടില്ലെന്ന്, മനസ്സിൽ സ്വാധീനം ചെലുത്താത്ത തലത്തിൽ അതിനെ ഒഴുക്കിവിടുന്നവൻ, അവനാകുന്നു ഏറ്റവും വലിയ അക്രമി എന്ന് അള്ളാഹു ഇവിടെ വിശേഷിപ്പിക്കുന്നു.